കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോട് കേട്ടിരുന്നു ദേവദൂതൻ പിറന്നുവെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാർ സ്നേഹത്തിൽ നിറകുടമാർ, താരാട്ടുപാടി ഉറക്കിടുവാൻ മൈനനാളിൽ നിന്നിടുന്നു. ആകാശവീതിയിൽ മാലാഖമാർ സ്നേഹത്തിൽ നിറകുടമായി, താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നിറഞ്ഞിടുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ പാടി പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ലിസ്മോളെ, നീ കരോത്സവം പ്രാക്ടീസിന് വരുന്നില്ലേ? ഞാൻ വരുന്നുണ്ട്. എന്ത് രസമല്ലേ കരോൾ ഗാനങ്ങൾ. എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നു എപ്പോൾ കേട്ടാലും. ശരിയാണ് മോളെ, നല്ല രസമുള്ള ഗാനങ്ങൾ, ഒരു സന്തോഷം വരും അത് കേൾക്കുമ്പോൾ. ഇതിനെ എന്താ കരോൾ ഗാനങ്ങൾ എന്ന് പറയുന്നത്? ക്രിസ്മസ് ഗാനമല്ലേ അത്? ഓ അതോ, അതെനിക്കറിയാം. എന്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താ അത്? എനിക്കും കൂടി പറഞ്ഞു തരുമോ? ഈ കരോൾ ഗാനങ്ങൾ പുരാതന കാലത്ത് ഉത്ഭവിച്ചതാണ്. കരോൾ എന്നത് ശരിക്കും ഏത് ഭാഷയാണ്? കരോള എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്ന് കരോൾ എന്ന പേര് ഉത്ഭവിച്ചു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സർക്കിൾ ആകൃതിയിൽ നിന്ന് നൃത്തം ചെയ്ത് പാട്ടുപാടിയും ആഘോഷിച്ചിരുന്നു. പുരാതന കാലത്ത് വിജാതിയ അവരുടെ ദൈവങ്ങളെ സ്തുതിച്ച് പാടിയിരുന്നു. സൂര്യന്റെ തിരിച്ചുവരവിനെ കുറിച്ചും ജീവന്റെ നവീകരണത്തെ കുറിച്ചും പ്രത്യാശയുടെ പ്രതികരണവുമാണ് ഈ ഗാനങ്ങൾ. ഇതിനെ എന്താ ക്രിസ്മസ് ഗാനം എന്ന് പറയുന്നത്? ക്രിസ്മസ് ഈശോയുടെ ജനനമല്ലേ? 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പറ്റി സിസ്റ്റർ മരിയ നമ്മോട് പറയാറില്ലേ? ആ വിശുദ്ധയാണ് ഈ കരോൾ ഗാനങ്ങൾ സ്വന്തം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതും 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെല്ലാം ഈ കരോൾ ഗാനങ്ങൾ പ്രചോദനത്തിലായതും. ഉണ്ണീശോയുടെ ജനനം ലോകമെങ്ങും അറിയിക്കാൻ മ്യൂസിക്കും പാട്ടും അവനവന്റെ ഭാഷയിലേക്ക് മാറ്റിയതും. എത്ര പുരാതനമായ രീതിയായിരുന്നു അല്ലേ അത്? നീ എന്താ ചിന്തിക്കുന്നേ? ഇത്രയും പ്രധാനമുള്ള കരോളും ഈശോയുടെ ജനനവും ഒക്കെ ആഘോഷിക്കുന്ന ക്രിസ്മസ് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത്. ശരിയാണ് മോളെ, ഈശോയുടെ ജനനം, രക്ഷകൻ എന്ന് പിന്നെ പറയാൻ സന്യാസിമാർ പറഞ്ഞ കാര്യം നമ്മൾ വെറുതെ പാടി തീർക്കുന്നു. ലിസ്മോളെ, ഇന്ന് മുതൽ കരോളും ഈശോയുടെ ജനനം എത്ര പ്രാധാന്യത്തോടെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്, അതുപോലെ ഞാൻ ഇനി മുതൽ കരോളും പാടും. ശരിയാണ് മോളെ, ഈശോയുടെ ജനനം ഇന്ന് നമ്മൾ പഠിച്ച കരോൾ ഗാനങ്ങൾ നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാം. ഇന്ന് നമുക്കൊരു പുതിയ കരോൾ ഗാനം പഠിക്കാം. എന്നിട്ട് ഈശോയുടെ പിറവിക്ക് സാക്ഷ്യമേകി നമുക്ക് ആസ്വദിച്ച് പാടാം.